ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും അഭിഷേകവും നമ്മുടെ മേൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ നമ്മൾ കണ്ടത് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 18-19 തിരുവചനമാണ്. നമ്മൾ ഇന്ന് ദർശിക്കുന്നത് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 12-13 തിരുവചനങ്ങളിലൂടെയാണ്. ഇങ്ങനെയാണ് പറയുക: യേശു ക്രിസ്തുവിനോട് കൂടെ വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും പീഡിപ്പിക്കപ്പെടും. യേശു ക്രിസ്തുവിനോട് കൂടെ വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും പീഡിപ്പിക്കപ്പെടും. ഹല്ലേലൂയ. തുടർന്ന് പറയുന്നത് ഇപ്രകാരമാണ്: ദുഷ്ടരും കപടനാട്യക്കാരും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും അവർ അധപതിക്കും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ നമ്മൾ ഒത്തിരിയേറെ വേദനിക്കാറുണ്ട്, സ്വാഭാവികമാണ്. അല്ലാതെ യേശു ക്രിസ്തുവിനോട് കൂടിയാണ് ഞാൻ സഹിക്കുന്നത് എന്നൊരു ബോധ്യമുണ്ടാകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണർവ് നൽകുന്നതാണ്, പ്രത്യാശ നൽകുന്നതാണ്. പ്രതീക്ഷയിലൂടെ നമ്മൾ മുന്നോട്ട് പോകും. അധികാരികളിൽ നിന്ന്, നേതൃത്വത്തിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, സ്വന്തക്കാരിൽ നിന്ന്, ബന്ധുമിത്രാദികളിൽ നിന്ന്, ജനങ്ങളുടെ ഇടയിൽ നിന്ന് എല്ലാം നമുക്ക് പീഡനമുണ്ടാകുമ്പോൾ നിൻ്റേതായ തെറ്റിന് നീ പീഡിപ്പിക്കപ്പെടുമ്പോൾ നീ ആ തെറ്റിലേക്ക് വീണു പോകാതിരിക്കുവാൻ വേണ്ടി പ്രത്യേകമായി ശ്രദ്ധിക്കുകയും യേശുവിന് വഴിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യണം. യേശു ക്രിസ്തുവിനോട് കൂടെ വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ എടുത്തു പറയപ്പെടുന്ന കാര്യമാണ്. ഈ പീഡനം ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തിൽ ആനന്ദിക്കുകയാണ് വേണ്ടത്. തുടർന്ന് പറയുന്നുണ്ടല്ലോ: ദുഷ്ടരും കപടനാട്യക്കാരും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും അവർ തകർന്നടിയും. പ്രൈസ് ലോർഡ്. എന്നെ ശ്രമിക്കുന്ന സഹോദരങ്ങളെ, നമുക്ക് യേശു ക്രിസ്തുവിനോട് കൂടെ സഹനത്തിൽ പങ്കുചേർന്ന് അവനോട് ജീവിക്കുവാൻ തീരുമാനമെടുക്കാം. എല്ലാ സഹനങ്ങളും അങ്ങയുടെ കരങ്ങളെ ഞങ്ങൾ വെച്ച് തരുന്നു. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുവാനും ഈശോയുടെ തിരുകരത്തിൽ സമർപ്പിച്ച് ജീവിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ അമ്മയെ ആശ്രയ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. അമ്മ തിരുക്കുമാര സന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് ആശ്വാസ സമാധാനം ലഭിക്കാൻ ഇടവരുത്തണം. ഞങ്ങളുടെ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.